ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്ന് ഇക്കുറി പെട്ടെന്നൊരു സൂപ്പ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സമയമില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ പെട്ടെന്നെടുക്കുന്ന ഒരു ആഹാരം തന്നെയായത്, അല്ലാതെ ചുമ്മാ കുടിക്കുന്നതല്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രെഡ് കല്ലേ പൊരിച്ചാൽ മതി. ശകലം ബട്ടറിട്ട് ബ്രെഡോ ബണ്ണോ ഒന്ന് നല്ലപോലെ ദോശക്കല്ലേൽ അപ്പുറവും ഇപ്പുറവും ഒന്ന് ചൂടാക്കി ഒന്ന് ചെറുതായിട്ട് ക്രിസ്പാവുമ്പോൾ ഇങ്ങെടുക്കും. അതും ഈ സൂപ്പും മാത്രം കുടിച്ചാലും കഴിച്ചാലും നമുക്കൊരു നേരത്തേക്ക് ധാരാളം മതി. ആ ഒരു ആംഗിളിലാണ് ഞാൻ ഇന്നിതിവിടെ ചെയ്യുന്നത്. ഇതൊരു ആഹാരമാണ്. ഡോക്ടർമാരോട് ചോദിച്ചാൽ പറയും വേണ്ട 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 ഉള്ള ഇറച്ചി സൂപ്പൊക്കെ കുടിച്ച് പണ്ടുള്ളവർ നൈട്രജൻ കൂട്ടണ്ട ശരീരത്തിൽ എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ഈ ആകെ ഒരു സൂപ്പേ ഉള്ളൂ. നടന്നാലും എന്ന് പറഞ്ഞാൽ കാല്, പിന്നെ നട്ടെല്ലിൻ്റെ ഏതാണ്ടൊക്കെ പോർഷൻ, ഈ ആടിൻ്റെ എല്ലെടുത്ത് മുറിച്ചതെടുത്ത് ഒരു പ്രത്യേക രീതിയിൽ ഭരണി സൂപ്പും ഒക്കെ ഉണ്ടാക്കുക പതിവുണ്ട്. അത് പ്രസവ ശുശ്രൂഷയെല്ലാം തീരുമ്പോൾ കൊടുക്കുന്നതാണ്. പിന്നെ വലിയ അസുഖങ്ങളൊക്കെ വന്നിട്ട് ആ രോഗാവസ്ഥയിൽ നിന്ന് മാറി ആരോഗ്യാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൺവാലസിങ് പീരീഡ് എന്ന് പറയും, അങ്ങനെ ഒക്കെ കൊടുക്കുന്ന ഒരു സംഗതിയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് സൂപ്പ്. ഇപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും റിസോർട്ടുകളിൽ ചെന്നാലും നല്ല നല്ല ഹോട്ടലുകളിൽ ചെന്നാലും ഒക്കെ 4 സൂപ്പൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം പലരും ഓർക്കും ഈ സൂപ്പൊക്കെ കുടിച്ച് വയറ് നിറച്ചാൽ പിന്നെ വല്ലതും, ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ, ഇനി വല്ലതും തിന്നാൻ പറ്റിയില്ലെങ്കിലോ. വല്ല കാലത്തും അല്ലേ ഒന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ ഞങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോഴത്തെ പോലെ അല്ല അന്നുള്ള വലിയ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ വെറും ചായ പീടികയായിരുന്നു. അവിടെയൊന്നും കയറാനും ഒരു ചാൻസ് ഒന്നുമില്ല പണ്ടത്തെ പിള്ളേർക്ക്. വീട്ടിൽ നിന്ന് പോയാൽ വീട്ടിൽ വന്ന ആഹാരം അതേ ഉള്ളൂ. അത് കോളേജിൽ പോയാലും കൊള്ളാം, ആശുപത്രിയിൽ പോയാലും കൊള്ളാം, യാത്ര പോയാലും കൊള്ളാം, അല്ലെ പാക്ക് ചെയ്ത് കയ്യിൽ തരും, അത് കഴിച്ചോണം. അത് അങ്ങനെയൊരു കാലമായിരുന്നു. ഇപ്പോൾ പിള്ളേർക്ക് വീട്ടിലെ വേണ്ട, അങ്ങനെയൊരു കാലമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ, നല്ലൊരാഹാരമാണ് സൂപ്പ്. വെജിറ്റബിൾ സൂപ്പ് ധാരാളം കഴിക്കുകയും ചെയ്യാം എല്ലാവർക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പംകിൻ സൂപ്പാണ്, മത്തങ്ങ സൂപ്പ്. സാധാരണ മത്തങ്ങയില്ലേ, അത് ഏതെടുത്താലും മതി. നല്ല മധുരമുള്ള മഞ്ഞ മത്തങ്ങ, ബാംഗ്ലൂർ മത്തങ്ങ, ചെറുതായാലും നമ്മുടെ നാടിനായാലും എല്ലാ സൂപ്പുകൾക്കും കറികൾക്കും നല്ലതാണ്. ഏത് മത്തങ്ങയായാലും മതി. ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ഒരു മഞ്ഞ ചെറിയ മത്തങ്ങയാണ്. ഇതേ കണ്ടോ, ആ പച്ച തൊലിയൊക്കെ കളഞ്ഞ് ഓലനരിയുന്ന പോലെ കനം കുറച്ചോ ഇച്ചിരൂടെ കനം കൂട്ടിയോ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു തിക്നെസ്സിൽ അളവിൽ ഒക്കെ മുറിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഒരു 250-300 ഗ്രാമിനിടയ്ക്ക് മത്തങ്ങ കാണും. ഇത് നമ്മൾ അരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ 2 കപ്പ് ഏകദേശം ഉണ്ട് തരും. പിന്നെ എല്ലാം പോലും വേണമെന്നില്ല. തക്കാളി ഞാൻ ഇടാറ് പതിവുണ്ട്. ചിലർ തക്കാളി ഇടാതെ ഉണ്ടാക്കും. 2 അല്ലി നെടുകെ പിളർന്ന് 4 കഷ്ണമാക്കിയത്. ഇതൊരു 1/2 സവോള അതേപോലെ ലോലമായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി, ഉപ്പുപൊടി, പിന്നെ ബട്ടർ മറന്നുപോയി, അത് അത്രയും ബട്ടർ. ഇത് മുഴുവനൊന്നും ഇടില്ല കേട്ടോ, ഒരു ടീസ്പൂൺ മതി ബട്ടർ. ഒന്ന് ജസ്റ്റ് തളുതളാന്ന് വന്നിരുന്നിടം വരെ ഒന്ന് വഴറ്റി ട്രാൻസ്ലൂസൻ്റ് ആക്കി എടുത്താൽ മതി. എല്ലാവരെയും കൂടെ ചേർത്ത് അടുപ്പ് കത്തിച്ചു. ഉപ്പില്ലാത്ത ബട്ടറാണിത്. ഇതൊരു 1/2 ടീസ്പൂൺ ഉരുകി തുടങ്ങി. അതിലേക്ക് നെയ്യായി പോവല്ലേ, ചുവയ്ക്കും. അതിട്ടു. വെളുത്തുള്ളിയും ഈ കൂടെ ചേർത്തു. കണ്ടോ, ഒന്നിളക്കി. ഈ നിർത്തിയൊന്നും വേണ്ട, ഞാൻ പതുക്കെ തന്നെ ചെയ്യുന്നതേ ഉള്ളൂ, എൻ്റെ ഒരു രീതി. അതൊന്ന് വാടി ഈ മത്തങ്ങ ചേർത്തു, തക്കാളിയും ചേർത്തു. ഒന്ന് തീതാത്തി വെച്ച് ഒരു മണം വരുത്താനായത്, നല്ല ഫ്ലേവർ ഒന്ന് പുറത്ത് കൊണ്ടുവരും. ഒരു 3-4 മിനിറ്റ് സമയം. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് വാടി. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഇതിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്, കുമുകുമാന്ന് മണം വരും. ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് STALK അല്ല STALK എന്നോ മറ്റാണ് അതിൻ്റെ സ്പെല്ലിങ്, അതുണ്ടെങ്കിൽ
അതൊഴിച്ചാൽ മതി. അതിൽ വേവിക്കുക നന്നായിട്ട്. എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ വെറും പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പം വേണ്ട ഉപ്പിടാം, കുരുമുളക് പൊടിയും ചേർക്കാം. അതല്ല വാങ്ങിയിട്ടാണ് ഇടാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ തീയൊക്കെ താത്തി ഇട്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് വെയിറ്റ് കൊടുക്കാതെ 10 മിനിറ്റ് വേവിച്ചോ എടുക്കാം. വെയിറ്റ് കൊടുക്കുവാണെങ്കിൽ ഒറ്റ വിസിൽ മതി, വേകട്ടെ. ഞാൻ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലും റിസോർട്ടിലും ഒക്കെ കഴിക്കുന്ന സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിലൊക്കെ വളരെ വ്യത്യാസമായിരിക്കും നമ്മളുണ്ടാക്കുമ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും എന്നും ഏതെങ്കിലുമൊക്കെ സൂപ്പ് ഉണ്ടാക്കേണ്ടി വരുന്നവരാണ്, വീടുകളിലെ മാതിരിയല്ല. അപ്പോൾ അവർ സ്റ്റോക്ക് ഉണ്ടാക്കി വയ്ക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ കളയുന്ന ഭാഗങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട്, അതായത് നമ്മൾ ഒരു പയറിൻ്റെ അകത്തെ പൊളിച്ചെടുക്കുമ്പം അതിൻ്റെ ആ തൊലിയുടെ അകത്ത് കുറേ വെള്ളം നിറത്തി പിടിച്ചിരിക്കുകയല്ലേ, അത് ബീൻസ് മിച്ചം വന്നു, ഒരു 2-3 ബീൻസ് കിടപ്പുണ്ട്, വെട്ടി അങ്ങിടുക. പിന്നെ പടവലങ്ങയുടെ മാന്നിയുണ്ട്, വെണ്ടയ്ക്കയുടെ മൂട് വെട്ടിയതുണ്ട് ഒരു ദിവസം, അത് 10 വെണ്ടയ്ക്കയുടെ ഉണ്ടെങ്കിൽ അതും, തക്കാളിയുടെ തൊലി പൊളിച്ചതുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേസ്റ്റായിട്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ പശുവിന് കൊടുക്കുന്ന ഇത്തരം വെജിറ്റബിൾസിൻ്റെ മത്തങ്ങയും കുമ്പളങ്ങയും എല്ലാം ഇടാം, പടവലങ്ങയുടേതിടാം. അങ്ങനെ കിട്ടുന്ന അതിൻ്റെ ഞെട്ട് മുറിച്ചു വൃത്തിയായിട്ട് കഴുകിയിട്ട് എല്ലാം നല്ല എക്സ്ട്രീംലി ക്ലീനാക്കിയിട്ട് വേണം. അതിലൊരു മഞ്ഞപ്പൊടിയും ഒരു നുള്ളിട്ടു, വേണമെങ്കിൽ 1-2 സബോള മുറിച്ചിട്ടു, പിന്നെ ഉപ്പ് ചേർത്തു പാകത്തിന്. എന്നിട്ട് അതിനെ ധാരാളം വെള്ളത്തിൽ സൂപ്പാക്കുന്നു. വേസ്റ്റ് പ്രോഡക്റ്റ്സ് എല്ലാം എക്സാക്റ്റ് അല്ല ഞാനിപ്പോൾ പറയുന്നത്, ഒരു ഓർമ്മയെന്ന് പറയുക. ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപയോഗിച്ച് സൂപ്പ് ഉണ്ടാക്കിയ ഫ്ലേവർ കൂടുതൽ. അങ്ങനെ ഒരു 4 ലിറ്റർ വെള്ളം ഒഴിക്കുന്ന 1 ലിറ്റർ കഷ്ണത്തിനെങ്കിൽ വെരി 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 സ്ലോ കുക്കിംഗ് വേണം. അതൊരു കലത്തിലാണ് ഏറ്റവും നല്ലത്, മൺകലത്തിൽ. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് 4 ലിറ്ററും 3 ലിറ്ററും ഒക്കെ ഒഴിച്ച വെള്ളമെങ്കിൽ അതിനെ 1/2 ലിറ്ററോ 1 ലിറ്ററോ 3/4 ലിറ്ററോ ആക്കി കുറച്ച് കൊണ്ടുവന്നിട്ട്, പിന്നെ അത് അടിക്കാനൊന്നും പോകരുത്, ആ തെളി ഊറ്റി നല്ല ബോട്ടിലാക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കുക. വെള്ളം ഒഴിക്കേണ്ടപ്പോൾ ഇതൊരു ഗ്ലാസ് ഒഴിച്ചാൽ മതി, ബാക്കി വെള്ളം ഒഴിക്കാം. നിങ്ങൾക്ക് ആ ഫ്ലേവർ കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേസ്റ്റ് പ്രോഡക്ട്സിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു റെഡ്യൂസ്ഡ് ലിക്വിഡാണ്. അപ്പോൾ പെട്ടെന്നങ്ങ് പറഞ്ഞാൽ അതാണ്. എനിക്കതൊന്നും ഇവിടെ സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. വെള്ളം മതി. വെള്ളം ഒഴിച്ചാലും നല്ലതാണ്, ഒരിച്ചിരി വാസന കുറയും. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഒന്ന് പങ്കുവെച്ചത്. അപ്പോൾ സമയമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. സമയവും ആരോഗ്യവും താല്പര്യവും എല്ലാം ഒത്തുവരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് 4 മണിക്ക് പോലും സൂപ്പും ബ്രെഡും കൂടി കൊടുക്കാം. ക്യാരറ്റ് ആവാം, മിക്സ്ഡ് വെജിറ്റബിളാകാം, മുരിങ്ങ കോലാകാം, അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇലയാകാം. ഇന്ന് നമ്മൾ കണ്ടു മത്തങ്ങയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരറിവ് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഒരു 5-6-7 മിനിറ്റായി കാണും. കണ്ടോ, എല്ലാമേ വെന്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് തണുത്ത് കഴിയുമ്പം, കുറച്ച് തണുക്കുമ്പം മാറ്റിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്കത് ഉടച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇത് മൊത്തം മിക്സിയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് അരിച്ചെടുക്കാം. അപ്പോൾ സൂപ്പായി. കണ്ടോ, ഞാൻ മഞ്ഞൾ ഇട്ടില്ല, മഞ്ഞൾ വേണ്ട. ഇപ്പം നിങ്ങൾക്ക് ഇഞ്ചി ഇടാനായിരുന്നു എന്നിരിക്കട്ടെ, ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റാണ്ട് ഒരു തുണിക്കകത്ത് കെട്ടി ഇതിലോട്ടിട്ടിട്ട് ഇപ്പോൾ എടുത്തങ്ങ് മാറ്റിയാലും മതി. ശകലം, ഒത്തിരി പാടില്ല. പക്ഷേ സ്റ്റോക്കാണ് ഒഴിക്കുന്നതെങ്കിൽ അതിൽ ഇച്ചിരി ഇഞ്ചിയുടെ ഫ്ലേവറുണ്ട്. അപ്പോൾ പിന്നെ അത് ഇടണ്ട, ഒന്ന് തണുത്തോട്ടെ. അപ്പോൾ ഞാനിത് അടിച്ചുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ സൂപ്പിനകത്താരും മഞ്ഞപ്പൊടിയൊന്നും ഇട്ടേക്കല്ലേ എന്ന്, എപ്പോഴോ ഒന്ന് പറഞ്ഞ പോലെയാണ് ഓർമ്മ. ഇതിപ്പോൾ അടിച്ചെടുത്തതാണേ. ആദ്യം ആ കഷണം എടുത്ത് പെട്ടെന്ന് തണുപ്പിച്ച് അടിച്ചു, പിന്നെ വെള്ളവും കൂടെ. അപ്പോഴേക്ക് വെള്ളം തണുത്തു. അരിച്ചെടുക്കുക. ഒന്നുമില്ല, അരിക്കാനെങ്ങും ഒന്നുമില്ല ഇതിനകത്ത്. കണ്ടോ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കും ഞാൻ. മിക്സി പറ്റിയിരിക്കുന്നത് എടുക്കാൻ 1-1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു. നിങ്ങൾക്ക് ആവശ്യത്തിന് ക്ലിയർ സൂപ്പാണ് വേണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. തിക്ക് സൂപ്പ് വേണ്ടവർ അങ്ങനെയാവാം. അതൊക്കെ പേഴ്സണൽ.
വേണേ ശകലം കൂടി വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. കണ്ടോ, ഇനി ഒന്ന് തിളച്ചോട്ടെ. ഈ പംകിനായതുകൊണ്ട് വേറൊരു ഗുണമുണ്ടേ, നാരൊന്നും കാണുകയില്ല. തൊലി നമ്മൾ കളയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കളയണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ക്ലീനായിട്ട് എടുത്തതാ, ഈ അടിച്ച സൂത്രം അരിച്ചു മാറ്റണ്ട. ഇതങ്ങോട്ട് വയറ്റിലോട്ട് ചെന്നോളും, ഡൈജസ്റ്റ് ആയിക്കോളും. അതാണ് അതിൻ്റെ മറ്റൊരു സീക്രട്ട്. ഞാനൊന്നും പറയുന്നില്ല, ഇറ്റ്സ് ലെഫ്റ്റ് ടു യു. തിളയ്ക്കട്ടെ. നമ്മളിപ്പം വെള്ളമല്ലേ ഒഴിച്ച് ഞാനിതിൽ. അഥവാ നിങ്ങൾക്ക് പാല് ചേർക്കണമെങ്കിൽ, പ്രത്യേകിച്ചും നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ, പിള്ളേർ സെറ്റുകൾക്കാണെങ്കിൽ പാലൊഴിച്ചു കൊടുക്കാം. അങ്ങനെ പാല് കുടിക്കാത്തവന്മാരെ പാല് കുടിപ്പിക്കാനുള്ള മാർഗവും കൂടെ ആയത്. ഇപ്പം എനിക്ക് തോന്നണതേ, ചിലപ്പോൾ അവർക്ക് ഈ പാല് ചെല്ലുമ്പോൾ വല്ല ബ്ലോട്ടിങ്ങും വയറ്റിനകത്ത് ഫീൽ ചെയ്യുമായിരിക്കും. ചിലർക്ക് അലർജി ഉള്ളവരുണ്ട് പാലിന്. നല്ലതായിട്ട് തിളച്ചു. ഇനി 1-2 സാധനങ്ങൾ വേണേൽ ചേർക്കാം. വേണമെങ്കിൽ അത് അമ്മണി ചേച്ചിക്ക് മാറ്റി മാറ്റി രുചി കൊടുക്കാൻ ഒരു നുള്ള് 2 നുള്ളൊക്കെ സാമ്പാർ പൊടി ഇങ്ങനെ ഇടുമായിരുന്നു. അതല്ലേ രസപ്പൊടി ഒരു 2 നുള്ള് ഇങ്ങനെ മുകളിൽ നിന്നിടും. നാരങ്ങ നീരൊഴിക്കും. അങ്ങനെ നമുക്ക് രുചി മാറ്റി മാറ്റി എടുക്കാം. നല്ലപോലെ തിളച്ചു. ഞാൻ നിർത്തി. നമുക്ക് ഒരു നുള്ള് നാരങ്ങ നീര്, ഒരു മുറിയുടെ ഇല്ല എടുക്കണ്ട. ഒരു1/2 ടീസ്പൂൺ പോലും എടുത്തില്ല. 1/4 ടീസ്പൂൺ നാരങ്ങ നീര്. ഇത് അവരവർ ചേർത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ പച്ചമുളക് സോയാ സോസിലും വിനാഗിരിയിലും തിളപ്പിച്ച അതൊഴിക്കുമ്പോൾ ആവശ്യത്തിന്. അതൊക്കെ എപ്പോഴും ഹോട്ടലുകളിലൊക്കെ പതിവുള്ളന്നേ. നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഉണ്ടോ? ഇനി ലാസ്റ്റ്ലി എരിവ് വന്നില്ല. സാമ്പാർ പൊടിയൊക്കെ ആകാം 2 നുള്ളെന്ന് പറഞ്ഞ പോലെ കുരുമുളക് പൊടി. ഞാൻ സാധാരണ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഉണ്ടോ? അതും 2 നുള്ളിട്ടു. ഇനി നിങ്ങൾക്ക് വേണോ ബേസിലും തൈമും സെലറിയും പിന്നെ സ്പ്രിങ് അണിയനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ റെസ്റ്റോറൻറ്റുകാർ സൂപ്പ് ഉണ്ടാക്കൂ. പക്ഷേ ഞാൻ പറയുന്നു, ഇതും ഈക്വലി ഗുഡാണ്. ഈ ഫോറിൻ സാധനങ്ങളൊക്കെ മേടിച്ച അവസാനം കുറച്ചുണ്ടാക്കി വെച്ച് ബാക്കി ഫ്രിഡ്ജ് കളയേണ്ട കാര്യമില്ല. ഈ സെലറിയൊക്കെ നമ്മൾ ഇവിടുന്ന് മേടിച്ചാൽ മുതുക്കനായ സെലറിയെ സാധാരണ കാണാൻ പഴുത്ത് വാടിയതും ഒക്കെ, അതൊന്നും വലിയ വില കൊടുത്ത് മേടിക്കേണ്ടതില്ല. സ്പ്രിങ് അണിയന് പകരമാണ് നമ്മളിടുന്ന സബോളയോ ചെറിയ ചുമന്നുള്ളി അതോ ഇടാം. അല്ലെങ്കിൽ ഉള്ളി മുളപ്പിച്ചിട്ട് ആ തണ്ടെടുക്കാം. പെട്ടെന്നൊന്ന് മുളയ്ക്കും നമ്മുടെ ഇവിടെ. ചെറിയ ഉള്ളി, സബോളയാണ് മുളയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് സൂപ്പ്. ഉപ്പ് പാകത്തിന്. ആദ്യം ഇട്ടത് പോരായിരുന്നു, കുറവായിരുന്നു നല്ല പോലെ. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ പാകത്തിന് രണ്ടാമതിട്ട് ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു 2 ഇല എടുത്തിട്ട് ഇങ്ങനെ കൊച്ചായിട്ട് പിച്ചി അങ്ങിട്ടിട്ടേ ഉള്ളൂ, മല്ലിയില. ഇപ്പോൾ എല്ലാം റെഡിയാണ്. ബ്രെഡ് ചൂടാക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ചെറിയ കഷ്ണം മത്തങ്ങയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? ത്രോ എവേ, വേണ്ട. നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഇനി മത്തങ്ങ മാത്രമേ ഉള്ളൂ, ബീൻസും ഉണ്ട് 2-3 അങ്ങനെയും ചെയ്യാം. നമ്മളുടെ മനോധർമ്മം, കഥകളിക്കകത്ത് മനോധർമ്മമില്ലേ, അത് ഡാൻസിനും ഉണ്ട് മനോധർമ്മം, പാട്ടുകാർക്ക് മനോധർമ്മമുണ്ട്. എല്ലാവരുടെയും മനോധർമ്മം പോലെ വെറുമൊരു വീട്ടമ്മയായ എൻ്റെ മനോധർമ്മം ഇങ്ങനെയൊക്കെയാണ്. സാമ്പാർ പൊടി ഇടുക, രസപ്പൊടി ഇടുക, നാരങ്ങ നീര് തൂകുക, ഒരു ഡ്രിസിൽ ചെയ്യുക ശകലം. അങ്ങനെയും നല്ല രുചികരമായ ഭക്ഷണം സാധ്യമാണ്. സാധ്യമാക്കുമല്ലോ. നന്ദി, നമസ്കാരം.